സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കോപേട്ടൻ? ഇന്ദുവിന് നല്ല മാച്ചാ. ഇതില് കാണും പോലെയൊന്നും അല്ല, വളരെ സ്മാർട്ട് ആള്. പക്ഷെ ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ. അതെന്താ? എപ്പോഴും ഞാൻ അടുത്തുണ്ടാവണം. എപ്പോഴും എനിക്ക് അങ്ങനെ അടുത്തിരിക്കാൻ പറ്റുമോ? 100 കൂട്ടം ജോലിയില്ലേ. കാലത്ത് കുളിക്കാൻ ഗോപേട്ടന് ചുടുവെള്ളം ഉണ്ടാക്കണം, കാപ്പിയും പലഹാരം ഉണ്ടാക്കണം, ഗോപേട്ടന്റെ ഡ്രസ് അയൺ ചെയ്യണം. ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും ഇന്ദു ഇന്ദു ഇന്ദുന്ന്. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യില്ല, എല്ലാത്തിനും ഞാൻ വേണം പിന്നാലെ. ഓ തുടങ്ങിയ അവന്റെ പടവും നോക്കിയിരുന്ന ഒരു വിസ്തരിപ്പ്. വഴി കൂടെ പോണവരെയും വരുന്നവരെയും എല്ലാം കാണിക്കണം. ഇത് തന്നെ അവളുടെ ജോലി. എപ്പ നോക്കിയാലും ഒരു ഗോവേട്ടൻ. നിന്നെ വിട്ടിട്ട് പോയില്ലേ വയറ്റിലൊരെണ്ണത്തിന് തന്നിട്ട്? അമ്മായി വേണ്ട അമ്മായി. നിനക്ക് അറിഞ്ഞൂടെ മോളെ എന്റെ വിഷമം? അത് വല്ലതും അറിയാമോ ഇവക്ക്? എപ്പ നോക്കിയാലും ഒരു ഗോവേട്ടൻ. എനിക്ക് കേക്കണ്ട ആ പേര്. മനസാക്ഷി ഇല്ലാത്തവൻ. ഇനി ആ പേരെങ്ങാനും പറഞ്ഞാൽ
അപ്പ അറിയാം എന്റെ സ്വഭാവം. നിനക്ക് വട്ടാന്ന് വെച്ച് ബാക്കിയുള്ളവരും കൂടെ വട്ടാക്കണം. അമ്മായി, എന്താ അമ്മായി ഇത്? ദേ, കടന്ന് പോടി അപ്പുറത്ത് എന്റെ മുമ്പിൽ നിന്ന്. നിന്നെ എനിക്ക് കാണണ്ട. അവളുടെ ഒരു കരച്ചില്. ഗോപേട്ടൻ വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. അവളുടെ ഒരു ഗോവേട്ടൻ. പോടി അപ്പുറത്ത്. ഹോ, എന്തിനാ എന്റെ ദൈവമേ ഇങ്ങനെ ഒന്നിനെ എനിക്ക് തന്നത്? ഛേ, കഷ്ടമായി അമ്മായി അതിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സ്വബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കോ? നിനക്കറിയില്ല കുട്ടിയെ, അവളുടെ കാര്യം ഓർത്ത് ഞാൻ ഇപ്പോഴും തീ നിന്നോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു യോഗം ഒരമ്മയ്ക്കും ഉണ്ടാവരുത് എന്റെ ഈശ്വര. അമ്മായി സമാധാനായിട്ടിരിക്കെ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാവും. ഞാനില്ലേ കൂടെ. അമ്മായി അതോർത്തൊന്നും വിഷമിക്കരുത്. വേദന കൊണ്ടും അറിയാതെ ഓരോന്നും പറഞ്ഞു പോകുന്നതാ. എന്തൊക്കെ മോഹങ്ങളായിരുന്നോ പാവ അവൾക്ക്. അവനും അവളെന്ന് വെച്ചാ വലിയ ജീവനായിരുന്നു. ആരും അസൂയപ്പെട്ടു പോവും അവര് തമ്മിലുള്ള സ്നേഹം കാണുമ്പോ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മോളെ. എന്താ അമ്മായി ഉണ്ടായത്? അമ്മൂനെ വയറ്റിലുണ്ടായിരുന്നപ്പോഴാ അന്നൊരു ദിവസം. ഇന്ദു, എന്റെ ഇന്ദു, നിനക്കൊന്ന് പതുക്കെ നടന്നാലെന്താ? ഈ സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലേ? ഗോപേട്ടനെ കണ്ടാ പിന്നെ ഞാനതൊക്കെ മറക്കും. ആ, ഇപ്പൊ അതൊക്കെ പറയും. അമ്മയായ പിന്നെ കുഞ്ഞിനോടാവും സ്നേഹം. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കാൻ നിനക്ക് നേരം കാണും. അതൊക്കെ ഗോപേട്ടന് വെറുതെ തോന്നുക. കുഞ്ഞ് ജനിച്ചാലും ഗോപേട്ടനോടുള്ള സ്നേഹത്തിന് ഞാൻ ഒരു കുറവും വരുത്തില്ല. എന്നെ നീ സ്നേഹിച്ചില്ലെങ്കിലും നമ്മുടെ മോളെ നീ നന്നായി സ്നേഹിച്ചാ മതി. എപ്പോഴും പറയും മോള് മോള്. നമുക്ക് ജനിക്കാൻ പോകുന്നത് മോളാണെന്ന് ഗോപേട്ടൻ എന്താ അത്ര വലിയ ഉറപ്പ്? ഉറപ്പെന്താന്ന് ചോദിച്ചാ എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാ. നമുക്ക് മോള് തന്നെയായിരിക്കും. ഗോപേട്ടന് പെൺകുട്ടികളെ അധികം ഇഷ്ടം? പെൺകുട്ടികളെ തന്നെ ഇഷ്ടം. അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ അവനെ വെറുക്കോ ഗോപേട്ടൻ? എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് നമ്മുടെ കുഞ്ഞല്ലേ, പിന്നെ സ്നേഹിക്കാതിരിക്കോ? ദേ, ഈ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കണം. നമ്മുടെ കുഞ്ഞിന് കളറും ആരോഗ്യമൊക്കെ ഉണ്ടാവണ്ടേ? ആ, പിന്നെ ഇനി അധികം ജോലിയൊന്നും എടുക്കാൻ പോണ്ട. തുണി കഴുകല്, ഭാരമുള്ള സാധനങ്ങൾ എടുക്കല്, ആ ഒന്നും ഈ സമയത്ത് വേണ്ട. അങ്ങനെയാണെങ്കിലേ ഇവളെ ഞാൻ പ്രസവിച്ചതോ? ഇവളെ ഞാൻ ഗർഭമുള്ള കാലത്തെ ഞാൻ എടുക്കാത്ത പണി ഒന്നും ബാക്കിയില്ല. കേശവേട്ടന്റെ കൂടെ കാലത്തെ പാടത്ത് പോയാലേ ജോലി എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടാ അരി വെക്കുന്നത്. ജോലിയെടുത്തേ മുക്കണ നോക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ടേ ഒരു കുഴപ്പമില്ലാതെ ഇവരെല്ലാം ഞാൻ പ്രസവിച്ചില്ലേ. ഇപ്പോഴല്ലേ ഈ പരിഷ്കാരമൊക്കെ വന്നത്. അല്ല അമ്മേ, ആദ്യത്തെ 3 മാസം നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അവരതൊക്കെ പറയും മോനെ. ഈ മാസാമാസമുള്ള ഡോക്ടറെ കാണല്, മരുന്ന് കഴിക്കല്, ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതല്ലേ. ഇപ്പൊ ആരാ പേറ്റുനോവ് അനുഭവിക്കല്? അങ്ങോട്ട് ചെല്ലും, ഡോക്ടറിന്റെ അടുത്ത് ചെല്ലും, നാളെ നേരം എല്ലാം നോക്കി ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുകയല്ലേ. അല്ലാതെ ആരാ പ്രസവിക്കുന്നത്? ഞാനിപ്പോ ഇത് ആരോടാ പറയുന്നത്? അപ്പോഴേക്ക് 2 എണ്ണം കൂടെ പോയി. കൊള്ളാം, നല്ല മിടുക്ക പിള്ളേര്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഇതെന്താ ഇന്നലെ വരെ കാണാത്ത പോലെ പതിവില്ലാത്തൊരു നോട്ടം? ഇന്നെന്തോ നിന്നെ കാണുമ്പോ ഇന്നലെ വരെ ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത. എന്താ ഗോപേട്ടാ
ഈ ത്രിസന്ധ്യൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുന്ന? കളിയാക്കിയതല്ലടാ, കാര്യമായിട്ട് പറഞ്ഞതാ. ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ശശാങ്കം, ഞാൻ ഇവളായിരിക്കുമല്ലേ ഇപ്പോഴത്തെ നിന്റെ പുതിയ സംബന്ധക്കാരി? ഗോപേട്ട, ആരാ ഇവര്? എന്താ അവര് പറയണ? അപ്പൊ പഴയ കഥകളൊന്നും ഇവൻ നിന്നെ അറിയിച്ചിട്ടില്ല അല്ലേ? പറയില്ല, ഇവൻ പഠിച്ച കള്ളനാ. പറഞ്ഞാ നീയുമായിട്ടുള്ള ബന്ധം തുടരാൻ പറ്റില്ലല്ലോ. ദേ, സന്ധ്യ നേരത്ത് ഇവിടെ കേറി വന്ന് എന്റെ ഗോപേട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. മുറ്റടിക്കുന്ന ചൂലുണ്ട് ഇവിടെ. അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. എന്നാൽ ആ ചൂല് കൊണ്ട് ആദ്യം അടിക്കേണ്ടത് ഇവനെയാ, വൃത്തികെട്ടവൻ. ശശാങ്കം, ദേവി നീ ഒന്ന് പോകുന്നുണ്ടോ? ഇവിടെ സമാധാനമായിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാ അത് വലിയ കഷ്ടമാ. പോകാം, നിന്നെ കൊണ്ട് ഞാൻ പോകും. അമ്മേ, ഇവര് ഞാൻ പറയാം, ഇവൻ നിങ്ങളുടെ മോളുടെ രണ്ടാം കെട്ടുകാരനാ. ഞെട്ടണ്ട, എന്റെ പെങ്ങൾ അപർണയാ ഇവന്റെ ആദ്യ ഭാര്യ. സത്യമാണോടാ ഇയാള് പറയുന്നത്? അമ്മേ, അത് ഗോപേട്ട, ഞാൻ എന്തായി കേക്കണ? എന്റെ പെങ്ങളെ ചതിച്ചിട്ട് ഇവളോടൊപ്പം സുഖമായിട്ട് വാഴാന്ന് കരുതിയല്ലേ? ഞങ്ങൾ ഇതൊന്നും അറിയില്ലാന്ന് വിചാരിച്ചു അല്ലേ? ശശാങ്കം, പ്ലീസ് ഇവിടെ വെച്ച് ഇനി നിന്നോട് ഒരു ദേവം ഞാൻ കാണിക്കില്ല. വേഗം പിടിച്ച് കേട്ടണം. ഇങ്ങോട്ട് വാടാ. അമ്മേ, ഇന്ദു, അവനൊരു ഹിന്ദു. പിന്നെ ഗോപനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചു. നടന്ന സംഗതി എന്താണെന്ന് അറിയണമല്ലോ. ഒടുവിൽ ഹരീന്ദ്രൻ മാസ്റ്റർ ഒരു ദിവസം ഗോപന്റെ വിലാസമായിട്ട് വന്നു. മോനെ, എന്തായി? ഗോപനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഗോപന്റെ ജോലി സ്ഥലത്ത് പോയപ്പോ അവർക്കും അറിയില്ല അയാളെ കുറിച്ച് ഒരു വിവരവും. എന്നാലും അവൻ
എന്റെ മോളോട് ഈ ചതി ചെയ്തല്ലോ. ഗോപൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനെ അവർ വന്ന് പിടിച്ചോണ്ട് പോയതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അങ്ങനൊരു ബന്ധം നേരത്തെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇന്ദുവായിട്ട് ഇങ്ങനൊരു ബന്ധത്തിന് അവൻ ഒരുങ്ങുമോ? എന്തോ എനിക്കതത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ പന്തികേടുകളുണ്ട്, അതുറപ്പാ. എത്ര സ്നേഹത്തിൽ കഴിഞ്ഞതാ അവർ രണ്ടുപേരും. ഗോപനെന്ന് വെച്ചാ അവള് പ്രാണം കളയും. ഇപ്പൊ അവളെ കണ്ണീര് കാണുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോനെ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഗോപനെ അങ്ങനെ എഴുതി തള്ളാറായിട്ടില്ല. സത്യാവസ്ഥ നമുക്കറിയണം. മോനെ, നമ്മളിപ്പോ എവിടെ പോയിട്ട് അറിയാം? ഗോപന്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാൻ കണ്ടിരുന്നു. അയാളൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. നമുക്ക് പോയെന്ന് അന്വേഷിച്ചു നോക്കാം. അതെ, ആവശ്യം നമ്മുടേതല്ലേ. ഉം. പോകാം, നാളെ തന്നെ പോകാം. അല്ല, എവിടെ ഇന്ദു? അകത്തുണ്ട്. അവൻ പോയത് പിന്നീട് ജലപാനം കഴിച്ചിട്ടില്ല അവള്. എപ്പോ നോക്കിയാലും ഒറ്റ ഇരിപ്പ. കഷ്ടം തന്നെ, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ആ, അമ്മ സമാധാനമായിട്ടിരിക്കുക. എന്തിനും ഇല്ലൊരു പോംവഴി. ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണട്ടെ. ഇന്ദു ജലപാനം പോലും കഴിച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതിരുന്നിട്ട് എന്താ അർത്ഥം? കഴിക്കാനൊന്നും തോന്നുന്നില്ല മാഷ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇന്ദുവിന് വേണ്ടെങ്കിലും വയറ്റിലൊരു കുഞ്ഞു വളരുന്നില്ലേ? അതിനെ ഓർത്തെങ്കിലും ഇങ്ങനെ പട്ടിണി കിടക്കരുത്. സങ്കടപ്പെടാതിരിക്കൂ. നാളെ അമ്മയും ഞാനും കൂടി ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഗോപനെ എന്തായാലും ഞങ്ങൾ കണ്ടിട്ടേ വരൂ. സംഗതികളൊക്കെ സത്യമാണെന്ന് നമുക്കറിയാലോ. സത്യായിരിക്കും മാഷ, അല്ലാതെ ഗോപേട്ടനെ അവരെ പിടിച്ചോണ്ട് പോവില്ല. എന്തോ ഞാനത് വിശ്വസിക്കുന്നില്ല. വേറെന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോ ഇന്ദുവിനെയും ഗോപനെയും തമ്മിൽ തെറ്റിക്കാൻ അവന്റെ ശത്രുക്കൾ ആരെങ്കിലും ഒപ്പിച്ച പണിയാണെങ്കിലോ? അതിന് ഇങ്ങനൊക്കെ പറയോ? നിങ്ങളുടെ ജീവിതം തകർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ല ഇതിനപ്പുറം പറയും. ഏതായാലും നാളെ കാലത്ത് ഞങ്ങൾ ഇറങ്ങും. സംഗതി എന്താണെന്ന് ശരിക്കും അറിയാലോ. ആ, ഇതിനകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടി കഴിഞ്ഞത് മതി. ഇന്ദു ചെല്ല്, ചെന്ന് ആഹാരം കഴിക്കേ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ആറാട്ട് കടവ് ഇപ്പം തന്നെ മുട്ടറ്റം പോലും വെള്ളമില്ല. പിന്നെ എങ്ങനെ ആ ദേവർ ആറാട്ടിന് മുങ്ങുവാ? അല്ല മേനോനെ, പടിഞ്ഞാറേ കടവിൽ മോട്ടോർ വെച്ച് വെള്ളം ഓടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഒരു കാലത്തും ഇത്രയും വെള്ളക്ഷാമം ഈ ഭാഗത്തെങ്ങും ഉണ്ടായിട്ടേ ഇല്ല. ഉത്സവമായിട്ട് നട്ടം തിരിയും എല്ലാവരും. ശരിയാ മേനോനെ. അല്ല, അവിടുന്ന് ആരോ വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് ഈ ഭാഗത്തുള്ളവരാണെന്ന് തോന്നുന്നില്ല. വല്ല ബന്ധുവീട്ടിലേക്കും വരുന്നവരായിരിക്കും. ഈ കയറാട്ട് മാധവമേനോൻ എന്നയാളുടെ വീട് എന്താ കാര്യം? ഞങ്ങള് ഗോപൻ എന്ന് പറയുന്ന ഒരാളെ തിരക്കി വന്ന. ഗോപൻ എൻ്റെ മരുമകനാ. ഞാനാ നിങ്ങളീ പറഞ്ഞ മാധവമേനോൻ. അല്ല, എന്താ ഗോപനെ കണ്ടിട്ട് വിശേഷിച്ച്? ഗോപൻ എന്റെ മോളെ വിവാഹം കഴിച്ച ആളാ. ആ, എന്തായാലും വരൂ, നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. വന്നാട്ടെ. കയറി വാ.
ഗോപനില്ലേ ഇവിടെ? എന്തായാലും ഞങ്ങളോട് തുറന്നു പറയാം. ഇതുവരെ സഹിച്ചതിലപ്പുറമായിരിക്കില്ലല്ലോ. പറഞ്ഞോളൂ, ഞങ്ങൾ എന്തും കേൾക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ മകളെ ഗോപൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ അവൻ്റെ ആദ്യ ഭാര്യ എൻ്റെ മകളാ, അപർണ. എൻ്റെ മകളെ അവൻ ഉപേക്ഷിച്ചതിനോ നിങ്ങളുടെ മകളെ സ്വീകരിച്ചതിനോ എനിക്കവനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയായിരുന്നു അവൻ്റെ അവസ്ഥ. അപർണ എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടെന്താ? അവളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് ഗോപനെയായിരുന്നു, എൻ്റെ മരുമകനെ. സ്വന്തം മകളെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തേണ്ടി വരുന്നത് ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ തുടങ്ങി അപർണയും ഗോപനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം എപ്പോഴും തമ്മിൽ വഴക്കായിരുന്നു. എൻ്റെ മകൾ ദുർവാശിക്കാരി മാത്രമല്ല, വല്ലാത്ത ഒരു തന്നിഷ്ടക്കാരി കൂടിയായിരുന്നു. ഗോപനെപ്പോലെ ഒരു ഭർത്താവിനെ അവൾക്ക് ഈ ജന്മത്ത് കിട്ടില്ല. എന്നിട്ടും അവനെ അവൾ വല്ലാതെ വേദനിപ്പിച്ചു. എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയവൻ. പക്ഷേ എന്തിനുമില്ലേ ഒരു പരിധി. ഒടുവിൽ എനിക്ക് തന്നെ അവനോട് പറയേണ്ടി വന്നു, എൻ്റെ മകളിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ടോളാൻ.